അപ്പോൾ എങ്ങനെയാ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? മഴ പെയ്തിട്ടേ 2 ദിവസമായിട്ട് ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. ഇനി 2-3 ദിവസം മഴയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. തണുപ്പത്ത് പൊതച്ചു മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ. അങ്ങനെ അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ചപ്പാത്തിക്കുള്ള കുറുമക്കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആർച്ച ഇന്നിവിടെ ഉണ്ട്. വൈകുന്നേരം അവളെ വിളിക്കാൻ അച്ഛനും അമ്മയും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാശാട്ടി ഇന്ന് എൻ്റെ ക്യാമറാമാനായിട്ട് ഇന്ന് പുള്ളിക്കാരത്തിയാണുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ക്യാമറ കൈകാര്യം ചെയ്തോളാം, ചേച്ചി കുക്ക് ചെയ്തോളൂ. അങ്ങനെ അവളുടെ ഹെൽപ്പോടുകൂടിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസും അതാണ് കാരണം ഒരു ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അതിനു മുമ്പ് തന്നെ സാലഡ് ഉണ്ടാക്കി വെക്കുകയാണ്. ക്യാരറ്റും സവാളയും പച്ചമുളകും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സാലഡ് പല വിധത്തിലുണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ നോർമലായിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബിരിയാണിക്കും ഒക്കെ കഴിക്കില്ലേ ആ ഒരു സാലഡ്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഒച്ച ഇതുവരെ ശരിയായിട്ടില്ല, ഇപ്പോഴും ഒച്ച അടച്ചിരിക്കുക. അതുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേനും ഒരു ശബ്ദം അത്ര നല്ലതല്ല കേട്ടോ. തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ നല്ലവണ്ണം സ്ലൈസ് ചെയ്തിട്ട്. അപ്പോൾ തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കുക. തക്കാളി നേരത്തെ ഇട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തല്ല, അതങ്ങ് ഉടഞ്ഞ് വല്ലാതായിപ്പോത്തില്ലേ. അപ്പോൾ ഇങ്ങനിട്ട് എടുക്കുമ്പോഴത്തേനും ആ തക്കാളി അങ്ങനെ തന്നെ അത് കളർഫുള്ളായിട്ട് കിടക്കുകയും ചെയ്യും, അധികം അങ്ങ് കുഴഞ്ഞു പോവില്ല. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ കഴിക്കാൻ നേരം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അരി അങ്ങ് റെഡിയാക്കി വെക്കാം സെറ്റ് ചെയ്ത്. ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ അലങ്കോലങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് പരിപാടി തീർക്കുകയും ചെയ്യാം. അടുക്കള നല്ല വൃത്തിയാക്കി ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സെല്ല റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ അകത്ത് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുരുമുളക് പൊടി. ഈ ചിക്കൻ ഇന്ന് ചെയ്യുന്നത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതിന് മുമ്പിട്ട് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓയിൽ അധികം യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ ഇതാ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ ചിക്കൻ വെച്ചാലും ഇനിയിപ്പം കറിക്കാണെങ്കിലും എന്തിനാണെങ്കിലും കുറച്ച് തൈര് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കാര്യം ചിക്കൻ അങ്ങ് സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റിയാണ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇച്ചിരി തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ അരച്ചെടുത്ത് വെച്ചതാണ്, അല്ലാണ്ട് പാക്കറ്റിൽ വാങ്ങിയൊന്നുമല്ല കേട്ടോ. അങ്ങനത്തെ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊരു 1 മണിക്കൂറോളം അങ്ങനെ ഇരിക്കട്ടെ, സെറ്റായി മസാലയൊക്കെ പിടിച്ച് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചോറിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അത് വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. ബേ ലീവ്സും കൂടെ വേണമായിരുന്നു, നല്ലൊരു രസം ഉണ്ടാകും, പക്ഷെ അതില്ലായിരുന്നു. അപ്പം എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഇത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ നമ്മൾ ആ എണ്ണയും ഇതും കൂടെ ചേർത്തിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും ചോറ് വേവിക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ ഇത് നല്ല കണക്ക് ഫ്ലേവർ ഇറങ്ങി വരും. നമ്മൾ പച്ചയ്ക്ക് ഇത് ഇടുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളത് ആ വെള്ളം ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ അവിടെ കഴുകി ഊറ്റിയ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം വന്നാൽ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ബിരിയാണി, അതാണ് പതിവ്. അപ്പം ബാക്കി നമ്മളിതിന് ചേർക്കാനുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി കഥ പറയാം. അപ്പോൾ അതാ വെജിറ്റബിൾസ് ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവിയിലങ്ങ് വേവിച്ചെടുക്കാം. എണ്ണയിലിട്ട് വഴറ്റി ഒന്നും എടുക്കേണ്ട, ആവിയിൽ വേവിച്ചെടുക്കാൻ കേട്ടോ. ഇത്തിരി ഉപ്പും കൂടെ ഒന്ന് വെതറി കൊടുത്തിട്ട് ആവിയിൽ വേവട്ടെ.
എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊന്ന് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാനൊന്നൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ആഡ് ചെയ്തെടുക്കുക. കുറച്ച് മതി, കണ്ടില്ല, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് അടുക്കി കൊടുക്കാം. ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 22 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. ഒരു പകുതി ആയപ്പോഴത്തേനും ഞാൻ എടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോഴത്തേനും കറക്റ്റായിട്ട് പരുവത്തിന് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഉള്ളിൽ നല്ല ജ്യൂസി, പുറമേ നല്ല മുരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അരി തേൻ്റെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതേ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഉപ്പും കൂടിയിട്ട് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിനുള്ള ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് ഇവിടെ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലവണ്ണം മൊരിയണം, എന്നാലേ ആ ഒരു പച്ച ചൊവയൊന്നും കാണരുത്, എന്നാലേ ആ ഒരു കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഞങ്ങളുടെ വീടുകളിലൊക്കെ, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ബിരിയാണി അങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പിന്നെ കല്യാണ വീടുകളിൽ ഫ്രൈഡ് റൈസ് മെയിനായിട്ടും സ്ഥാനം പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കള കാണൽ ചടങ്ങ്, അങ്ങനെയുള്ള ചടങ്ങുകളിലും ആടുന്നു ആദ്യം ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ആ ഒരു ട്രെൻഡ് വരുന്നു. പിന്നീട് അത് കല്യാണ തലേന്നത്തെ പാർട്ടികളിൽ വിളമ്പാൻ തുടങ്ങി. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ മിക്ക കല്യാണങ്ങൾക്കും തലേദിവസം പിന്നെ ഈ ബേക്കറി ഐറ്റംസൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് കുറച്ചുകൂടെ രൂപാന്തരം പ്രാപിച്ച് പൊറോട്ടയും മുട്ടക്കറിയായി മാറി. പിന്നെ ഇടിയപ്പവും കറി അങ്ങനെയൊക്കെ ആയി ലാസ്റ്റാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും വന്ന് നിന്ന് ഇപ്പോൾ അതാ ബൊഫയാണ് മിക്കയിടത്തും. അപ്പോൾ നമ്മളിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുകണക്ക് തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തക്കാളി നല്ല കണക്കൊന്ന് അത് അലുത്ത് വരണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ പിന്നെ ഒരു കല്യാണത്തിന് ഇതേ കണക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ അടുക്കള കാണൽ ചടങ്ങിൻ്റെ നടക്കുന്ന സമയത്ത് പാചകക്കാരുടെ കയ്യിൽ നിന്ന് അമ്മ ചോദിച്ച് വാങ്ങിയ ഒരു റെസിപ്പിയാണ് ഈ ഫ്രൈഡ് റൈസ്. അങ്ങനെയാണ് പഠിക്കുന്നത് എൻ്റെ അമ്മ. അതിനുശേഷം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ ഈ ആശാൻ സ്ഥിരം അവിടെ എന്തായിരിക്കും ഫ്രൈഡ് റൈസാണ് അവിടുത്തെ താരം. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, അങ്ങനെ ഇപ്പം പിന്നെ എന്തെല്ലാം റൈസുകളല്ലേ, ഓരോ തരം റൈസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. മന്തിയും കപ്സയും ഒത്തിരി സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കല്യാണങ്ങൾക്ക് ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഫ്രൈഡ് റൈസ് ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ സവാള നല്ല കണക്ക് മൂത്തു, തക്കാളി അത് കണക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതും കൂടെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഈ വക സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കണക്കൊന്ന് മൂത്ത് വരട്ടെ മല്ലിപ്പൊടി. അതിന് ശേഷം വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ചിക്കനിൽ ഓൾറെഡി ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ച് മതി കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല കണക്കൊന്ന് മൂക്കട്ടെ. മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇട്ട് കൊടുത്ത മസാലകളുടെ പച്ചച്ചുവ മാറണം. അപ്പോഴാണ് ആ ഒരു കറിക്കൊരു ടേസ്റ്റും വരുള്ളൂ, കളറും വരുള്ളൂ. അത് നല്ല കണക്കൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ല കണക്ക് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ആ സൈഡിലിരിക്കുന്ന ഉള്ളിയെല്ലാം കൂടെ ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഇത്തിരി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, കാര്യം ഈ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ നമ്മുടെ മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കളറ് മാറി വരും, അതിനകത്താണ് കാര്യമെന്ന്. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ആദ്യം കണ്ട ഒരു രീതി അല്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കുറച്ച് ചാറോട് കൂടി എടുത്തു കഴിഞ്ഞാൽ റൈസ് കൂട്ടി കഴിക്കുമ്പോൾ ഒരു സുഖമുള്ളൂ അല്ലേ. അപ്പോൾ അതാ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് പതിയെ കുറേശ്ശെ കുറേശ്ശെ അധികം അങ്ങ് വെള്ളമായി പോകരുത്, അതൊന്ന് കുറുകി ആ ഒരു പരുവത്തിന് അത്രയും വെള്ളം മതിയാവും. കണ്ടില്ലേ, ഞാനെടുത്ത ബാക്കി വെള്ളം തൊണ്ട അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളവിടെ എയർ ഫ്രയറിൽ ചിക്കൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ മസാല ഏകദേശം റെഡിയായി. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഓരോന്നോരോന്ന് വീതം അങ്ങ് സെറ്റ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജോലിപ്പാടും കുറഞ്ഞിരിക്കും. ഇതാ ഞാൻ ചിക്കൻ എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചു കേട്ടോ. ചിക്കൻ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ എയർ ഫ്രയറിൽ മിച്ചം അതിൻ്റെ ജ്യൂസ് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു, അതൊഴിക്കുകയാണ്. അതിനകത്ത് ഒഴിച്ചിട്ട് എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നി കേട്ടോ, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. സത്യം പറഞ്ഞാൽ എയർ ഫ്രയർ വാങ്ങിയപ്പോൾ കുറേ പേര് ചോദിച്ചു എന്തിനാ ഇത്, അധികം യൂസ് വരത്തില്ല, വെറുതെ എടുത്ത് മൂലയ്ക്ക് വെക്കാനേ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല യൂസാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാനെന്നാൽ ഇലയുടെ ഉണ്ടാക്കുന്ന ചെറുതായിട്ടൊരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്ന പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ മെഴുക്കുവരട്ടി വരെ ഇതിനകത്തുണ്ടാകും. അങ്ങനെ നമ്മൾ വഴുതനങ്ങയും സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇതുപോലെ മസാലകളെല്ലാം പുരട്ടിയിട്ട് നമ്മളൊരു എന്താ പറയുന്ന ഒരു 10 മിനിറ്റ് അത് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതോ അതങ്ങ് ഇതിൽ നിരത്തി കൊടുക്കാം. നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്തിട്ട് എങ്ങനെ കറി വെക്കുമോ ആ ഒരു അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ എയർ ഫ്രയറിൽ ഇരുന്നിട്ട് ഇതിൽ മസാല നല്ല സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇനിയിപ്പോൾ ഈ ഗ്രേവിയും കൂടെ കൂടി വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിനകത്ത് ഗ്രേവിയിൽ ഈ ചിക്കൻ കുറേ നേരം കിടന്നിട്ട് അതിനകത്ത് എല്ലാം ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിതിൽ ലാസ്റ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ലാസ്റ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് മല്ലിയിലയും കൂടെ തൂകി ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ല, റൈസിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ ഈ കറി. അപ്പോൾ ചിക്കൻ പീസസ് ഇത്തിരി വലിയതായിട്ട് എടുക്കണം, അത് പറയാൻ വിട്ടുപോയി കേട്ടോ. അതാണ്ട് മസാല ഞാനിത് ഇപ്പോൾ പൊടിച്ചെടുത്ത കേട്ടോ. നല്ല മണമുള്ള ഒരു എന്താ പറയുക മസാലപ്പൊടിയായത്. പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ചിക്കൻ്റെ പീസസിലെല്ലാം നല്ല കണക്കിതോ മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകിയ ചാറോടുകൂടി റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ഉപ്പും കൂടെ വേണമെന്ന് തോന്നി, ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞതും കൂടെ തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിന്നിപ്പോൾ അത് ചേർക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് നമ്മുടെ റൈസിലെ എല്ലാം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. കോഴിമുട്ടയാണ്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല കണക്കൊന്ന് ചിക്കി എടുക്കണം. അതിപ്പോൾ ഇത്തിരി വലിയ പീസായിട്ട് ഇടയ്ക്ക് കിട്ടുന്ന രീതിയിലാണെങ്കിൽ ഒരു ഇച്ചിരി നേരം കൊണ്ടൊന്ന് മൊരിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പൊടിയായിട്ട് അങ്ങ് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം മുട്ട റെഡിയായി വന്നു. അപ്പം നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെജീസ്, അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതാണൊക്കെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം സോയാ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്തിരിക്കും. ഈ അരക്കപ്പ് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ഒരു എന്താ പറയുക കുഞ്ഞി കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് റൈസ് അങ്ങിട്ട് കൊടുക്കുകയാണ് ഊറ്റി വെച്ചത്. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഇട്ട് വേവിച്ച റൈസാണ്. എന്നിട്ട് ആ റൈസ് കൊട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ബാക്കി വന്ന സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി ഇങ്ങനെ പൊട്ടണം ആ ഒരു പരുവത്തിൽ.
നല്ല പൊട്ടുന്ന ശബ്ദം കേൾക്കാമല്ലോ, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഞാനതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില മാത്രമായിട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒനിയനാണ് സത്യത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ അടുക്കൽ മല്ലിയിലയും പുതിനയും ഉള്ളായിരുന്നു, അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും സെറ്റായിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഭയങ്കര കളിയാണ് രണ്ട് കക്ഷികൾ. ഇത് കണ്ടോ, സത്യം പറഞ്ഞാൽ എൻ്റെ അനുജത്തിയാണ് ആർച്ച, ചക്കുവിൻ്റെ അമ്മായിയായിട്ടാണ് വരണത്. അപ്പോൾ പക്ഷെ പ്രായം കൊണ്ട് ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. സന്ധ്യ ആയപ്പോഴത്തേനും മുഖം കണ്ടില്ലേ, പോകാനുള്ള വിഷമം കേട്ടോ. വൈകുന്നേരമായപ്പം എല്ലാവരും ഓരോ മൂലക്കിരിപ്പായി ലാസ്റ്റ്. അങ്ങനത്തെ മാമനും മാമിയൊക്കെ വന്ന് നമ്മുടെ ആർച്ചക്കുട്ടി പോവുക കേട്ടോ. ഞങ്ങളുടെ മാമിയത് കേട്ടോ, അപ്പോൾ ആണത് മാമൻ. അപ്പോൾ അവർ നമ്മൾ ആ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് അവരുടെ വീട്. മാമിയുടെ പേര് രജിത, മാമൻ്റെ പേര് ഗണേഷ് കുമാർ. അങ്ങനെ മാമനും മാമിയും പോവുകയാണ്. പിന്നെ ആർച്ചയ്ക്കൊരു സഹോദരനുണ്ട് കേട്ടോ, അമ്പാടി ആദിദേവ്. നമ്മുടെ ആർച്ചയുടെ യഥാർത്ഥ പേര് ഐശ്വര്യ എന്നാണ്. അങ്ങനെ നമ്മുടെ ആർച്ചക്കുട്ടി 2 ദിവസം നിൽക്കാനും തോട്ടി കുളിക്കാനും ഒക്കെ വന്ന് അങ്ങനെ നമ്മുടെ കൊച്ചങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.